പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു അവയർനെസ് കൂടി പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം ഈ ലഹരി ഏറ്റവും കൂടുതൽ വില്ലനാകുന്നത് നമ്മുടെ നിരത്തുകളിലാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് വളരെ വേഗം കേൾക്കാം. അതിനുശേഷം നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം. അത് ചോദിക്കാനുള്ള സമയമാണ്. അതിനു മുമ്പ് ആശംസകൾ ഒപ്പം അവയർനെസ് നൽകാൻ വേണ്ടി ശ്രീ സി ചന്ദ്രലാൽ സാറിനെ ക്ഷണിക്കുകയാണ്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സർ. Hello. Yes. Respected dignitaries of St. Mary's School and administrator ആയിട്ടുള്ള വളരെ കാര്യക്ഷമതയോടുകൂടി ഈ സ്കൂളിലെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നോക്കുന്ന നമ്മുടെ ജാക്ലിൻ മിസ്, അതുപോലെ തന്നെ ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ പ്രിൻസിപ്പൽ ജയമോൾ ടീച്ചർ, ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന് ആശംസ അർപ്പിച്ച DYSP മുകേഷ് സാർ, അതുപോലെ തന്നെ വിപിൻ സാർ വളരെ നല്ല രീതിയിൽ ഈ ഒരു സെഷൻ ഇൻട്രാക്ട് ചെയ്തു. എന്തായാലും കൊള്ളാം, വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് ഇന്ന് നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ജനഞ്ച് TV. എന്നോട് ഇവിടുത്തെ ശ്യാം സൂചിപ്പിച്ചു, ഇത് അവരുടെ വളരെ വലിയൊരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു വലിയ ഇനിഷ്യേറ്റീവ് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്കൂളിൽ ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടുകേഴ്വിയില്ലാത്ത ഒരു സംഭവമാണ്. അതിന് ഈ പ്രദേശത്തെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മനോഹരമായ നല്ല രീതിയിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സെൻറ്റ് മേരീസ് സ്കൂൾ സെലക്ട് ചെയ്തു എന്നുള്ളത് ഏവർക്കും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഇത് ലഹരിയെക്കുറിച്ചുള്ള ഒരു സെഷനാണ്. ആ ഒരു സെഷനിലേക്ക് മോട്ടോർ വാഹന നിയമങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു ബോധവൽക്കരണത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചത് ശ്രീ സുധീഷ് ഗോപാലാണ്. അദ്ദേഹത്തിന് ആദ്യമായി ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ആലപ്പുഴ RTO ശ്രീ ജേഴ്സൺ, അദ്ദേഹത്തിൻ്റെ വളരെ കർമ്മനിരതനായ റോഡ് സേഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾക്ക് നല്ല എഡ്യൂക്കേഷൻ നൽകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ പേരിലാണ് ഇന്ന് ഈ ഒരു സെഷൻ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആയതിനാൽ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? പുതിയ ഏതാനും ചില കാര്യങ്ങൾ, പുതിയ നല്ല രീതിയിലുള്ള ഒരു സംസ്കാരം ഇവിടെ സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചു. നിങ്ങളെല്ലാം ഭാവി തലമുറയിൽ വളരെ വലിയ വാഗ്ദാനം നമ്മുടെ നാടിന് നൽകാൻ വിധിക്കപ്പെട്ട കുഞ്ഞുമക്കളാണ്. നിങ്ങളെല്ലാവരും ഈ പറയുന്ന ഒരു 5-10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന ഞങ്ങളൊക്കെ ഇന്ന് ഹോൾഡ് ചെയ്യുന്ന ഓരോരോ പൊസിഷനുകളിലേക്ക് നിങ്ങൾ എത്തിച്ചേരും, അതുറപ്പാണ്. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം. ഞങ്ങളും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ഇത്തരത്തിൽ നടത്തിയ പല പ്രോഗ്രാമുകളാണ്, ഔട്ട്സോഴ്സ് ചെയ്ത പല പ്രോഗ്രാമുകളാണ് ഞങ്ങളെയൊക്കെ ഇത്തരത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഈ പ്രോഗ്രാം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ പൂർണ്ണമായ ഒരു ശ്രദ്ധ ഇവിടെ ഉണ്ടാകണം, ഉറപ്പല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കൊരു 3 ടീമാണ് നിങ്ങൾ ഓരോരുത്തരും 3 ടീമാണ്. ഈ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നവർ, ഈ ഒരു 3 ടീം, ദിസ് 1 ആൻഡ് ദിസ് 2. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ലൈനിൽ ഇരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിന് ഒരു പേരിടണം. ഈ ഒരു ഗ്രൂപ്പിന് ഇത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സെഷനാണ്. നിങ്ങളുടെ ഇൻറ്ററാക്ഷൻ വേണം. ഈ ഫ്രണ്ട് ലൈനിലിരിക്കുന്ന ഇത്രയും പേര് നിങ്ങളുടെ ഗ്രൂപ്പിനൊരു പേര് നിർണ്ണയിക്കുക. ഈ ഫ്രണ്ടിലോ ഇരിക്കുന്നവർ നിങ്ങളുടെ ഗ്രൂപ്പിന് എത്രയും പെട്ടെന്ന് വേണം, പറയൂ. ഒരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിനൊരു പേര് പറയാമോ? അപ്പോൾ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സാറ് സൂചിപ്പിച്ചു, ഇപ്പം ജേർണലിസം പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ട്, അതുപോലെ സിനിമയിൽ അഭിനയിക്കണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ഞങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം. ഇതൊരു വളരെ നല്ല ഒരു നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ജീവിതകാല ഉടനീളം നിങ്ങൾ അനുവർത്തിക്കേണ്ടുന്ന നിയമങ്ങളാണ് റോഡ് നിയമങ്ങളെന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു സെഷനോടുകൂടി ഇതിൻ്റെ വലിയൊരു തുടക്കമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നേടേണ്ട വലിയൊരു അറിവാണ് ഇത്. അധികം താമസിയാതെ തന്നെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടാൻ പോകുന്ന ഒരു സബ്ജക്റ്റാണ് റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇന്ന് ഈ ഒരു വിഷയത്തിൽ ഡിഗ്രി എടുക്കാം, PG എടുക്കാം, PhD എടുക്കാം. അത്തരത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് കേവലം ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സെഷൻ. ഈ മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സാധ്യതയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പോവുകയാണ്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പേര് പറയാമോ? പേരിട്ടോ? പേര് നിങ്ങളിടൂ, വെരി ഫാസ്റ്റ്. പേര് പറയൂ. എഴുന്നേക്കൂ.
ഇതൊരു ഇൻട്രാക്ഷനാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ പറയുന്ന സേഫ്റ്റിയുടെ സീഡുകൾ കൃത്യമായി നിങ്ങളിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിന് പേരില്ല. അപ്പോൾ പേരില്ലാത്ത ഗ്രൂപ്പ് ഒന്ന് വിടാം, വേണോ? അപ്പോൾ ഇതാണ് ഈ മൊത്തം. ഇവിടെ ആർക്കെങ്കിലും പറയാമോ? ഇവർക്ക് പറയുന്നില്ല, നിങ്ങൾക്ക് പറയാമോ? ചാൻസ്, അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ഇതൊരു അവസരമാണ്. ഈ ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഈ ഒരു ലൈനിന്റെ ഇപ്പുറത്തോട്ട് വരാൻ പറ്റുകയുള്ളൂ. പറയാമോ? വളരെ പെട്ടെന്ന് പറയണം. വളരെ ചുരുങ്ങിയ സമയത്തുള്ള നമ്മുടെ വളരെ രസകരമായ രീതിയിൽ റോഡ് സേഫ്റ്റിയുടെ ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇവര് പേരിട്ടിട്ടില്ല. അപ്പൊ പേരില്ലാത്ത ഗ്രൂപ്പ് ഇവര് പറയൂ. രണ്ടാമത്തെ ഗ്രൂപ്പ് പറയാമോ? അപ്പൊ നമ്മുടെ ഈ ഒരു സെന്റ് മേരീസ് എന്ന് പറയുന്ന സ്കൂള് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ അർത്ഥം അതിനുണ്ട്. അത്തരത്തിൽ വളരെ ഭാഗ്യം ചെയ്തവരാണ് നിങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു തരത്തിലേക്ക് നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ ഇവിടെ ഈ കോർണർ തൊട്ട് ആ കോർണർ വരെയും ഈ കോർണർ തൊട്ട് അവിടെ ഇരിക്കുന്നവരെയും ഫുൾ അറ്റൻഷൻ ഇവിടെ വേണം. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ? ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും ഈ ഒരു ഗ്രൂപ്പിന് ഒരു പേര് ഉണ്ടോ? പറയൂ. ഈ ഒരു ഗ്രൂപ്പിന്റെ പേര് പറയൂ. നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞു. അവരുടെ പേര് ഗ്രൂപ്പില്ല പേര്. ലൈഫ് സർവൈവേഴ്സ്. സോറി, ലൈഫ് സർവൈവേഴ്സ്. കൊള്ളാം, നല്ല പേര്. ഓക്കെ, പറയൂ നിങ്ങളുടെ പേര്. പറയൂ. ബി ആക്റ്റീവ്. ഈ ഒരു സെഷൻ കൊണ്ട് റോഡ് സേഫ്റ്റി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉണ്ടോ? ഇവർക്ക് പേരില്ല. ഇവിടെ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇവർക്കും പേരില്ല. ഓക്കെ, പേരുള്ള ഒറ്റ ഗ്രൂപ്പ്. രണ്ടുപേരും ചേർന്ന് ഈ ഒരു ഗ്രൂപ്പിന് കയ്യടി കൊടുക്കൂ. അപ്പൊ ഇവരാണ് ഈ പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ഷോർട്ട് ടൈമേ ഉള്ളെങ്കിലും ഇതിന് നമ്മൾ പോയിന്റ് വെച്ചിട്ടാണ് പോകുന്നത്. പോയിന്റ്. അപ്പൊ ഒന്നാമത്തെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഒരു പേര് നിർദ്ദേശിക്കുക എന്നുള്ളത്. അപ്പൊ ഈ പേര് നിർദ്ദേശിച്ച ടീമിന് ഞങ്ങൾ നൽകുന്ന 1,00,000 പോയിന്റ് ആണ്. 1,00,000 പോയിന്റ്. അപ്പൊ ഇവർ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ പേരെന്താണ്? ലൈഫ് സർവൈവേഴ്സ്. റോഡ് സേഫ്റ്റി ആയിട്ട് വളരെ അധികം ബന്ധമുള്ള ഒരു പേരാണ് അവർ സെലക്ട് ചെയ്തത്. വി ആർ വെരി ഹാപ്പി. നമുക്ക് ജീവിതത്തിൽ നമുക്ക് ലൈഫ് നമ്മുടെ ഈ റോഡിൽ നമ്മൾ ജീവനുള്ള മനുഷ്യരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ജീവനും, മനസ്സിലാക്കുക, നമ്മുടെ ജീവനും നമ്മുടെ ജീവിതത്തിനുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം നമ്മളെല്ലാവരും വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ അറിവുകളാണ് ഏതാനും ചില കഥകളുടെ രൂപത്തിലും ചില ചിന്തകളുടെ രൂപത്തിലും ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഈ ലൈഫ് സർവൈവേഴ്സിനോട് തന്നെ, അല്ലേ, ഇത്രയും പേര്, അല്ലേ, എല്ലാവരും ഒന്ന് നല്ലൊരു കൈയ്യടി കൊടുത്തത്. ലൈഫ് സർവൈവേഴ്സ് ആണ് നിങ്ങൾ, ഇവിടെ തൊട്ട് അവിടം വരെ. അപ്പം ഇനിയാണ് ലൈഫ് സർവൈവേഴ്സിനോടാണ് നമ്മുടെ ചോദ്യം. അപ്പം ചോദ്യം ഈ 3 ടീമിനും പറയാം. 3 ടീമിനും ചോദ്യത്തിന് ആൻസറൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്. കേരളം 14 ജില്ലകളുണ്ട്. ഈ കഴിഞ്ഞ 2025 കേരളത്തിൽ നടന്ന അപകടങ്ങളുടെ എണ്ണം ഗസ് ചെയ്താൽ മതി. അപകടങ്ങളുടെ എണ്ണം ആർക്കും പറയാം. ആദ്യം ഇവരോട് തന്നെ ചോദിക്കാം. കേരളത്തിൽ നടന്ന അപകടങ്ങളുടെ എണ്ണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചോദ്യം കേട്ടാൽ ഒന്ന് ചിന്തിക്കണം, എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ആൻസർ പറയണം. റെഡിയാണോ? കേരളത്തിൽ നടന്ന അപകടങ്ങളുടെ എണ്ണം 2000 പറഞ്ഞു. ഓക്കെ, അടുത്തത് ഇതിനേക്കാളും കുറച്ചുകൂടെ ഉയർന്ന സംഖ്യയാണ്. കേരളത്തിലെ അപകടങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയെ കുറിച്ച് ആലോചിക്കണം. ഏകദേശം 3-3.5 കോടി ജനങ്ങൾ തിങ്ങി വധിക്കുന്ന പ്രദേശമാണ് കേരളം. കേരളത്തിൽ നടന്ന അപകടങ്ങളുടെ എണ്ണം. എ സ്മാർട്ട് ഗസ്, ദാറ്റ്സ് ഇറ്റ്. പറയൂ, ടൈമില്ല, വെരി ഫാസ്റ്റ് പറയൂ. 13,000. സോറി, 13,000. 13,000 അല്ലേ? ഓക്കെ, അത്രയും ഇല്ല. പറയാമോ? ഒരാൾ പറയൂ. 4,000 അടുത്തു. 3,773 കറക്റ്റ് ആൻസർ. അപ്പൊ 3,773 പേർ. ആലോചിച്ച് നോക്കുക, 3,773 പേർ 2025 കേരളത്തിൽ മാത്രം ഇല്ലാതായി. ശരിയായ രീതിയിൽ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വാഹനം ഉപയോഗിച്ചവരും റോഡിൽ കൂടി നടന്നു പോയവരും സൈക്കിൾ ചവിട്ടിയവരുമൊക്കെയാണ് ഇങ്ങനെ ഇല്ലാതായത്. അപ്പോൾ ഇതാണ് സംഖ്യ. അപ്പം നിങ്ങൾ ഓർത്തോണം, 3,773. അപ്പോൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് ഈ കണക്ക് വിടുന്നത്.
അപ്പോൾ ഈ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ എല്ലാ തരത്തിലുള്ള ഇൻസിഡന്റുകളും ആക്സിഡന്റുകളും ഫാറ്റാലിറ്റികളും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സംഖ്യ നിങ്ങൾ ഓർത്തോണം നിങ്ങളെല്ലാവരും. എത്രയാണ്? 3773 പേരാണ് ഇല്ലാതായത്. എന്നാൽ നമ്മൾ ചിന്തിക്കണം, ഇവരൊക്കെ അവരുടെ കുറ്റം കൊണ്ടല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഒരിക്കലും അവരുടെ കുറ്റം കൊണ്ടല്ല ഇവര് ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായത്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ എത്രത്തോളം നമ്മൾ സേഫ്റ്റിയൊക്കെ നമ്മൾ പാലിച്ചാലും ഈ കേരളത്തിലൂടെയുള്ള റോഡിലൂടെയുള്ള സഞ്ചാരം വളരെ വളരെ റിസ്ക്കാണ്. വളരെയധികം റിസ്ക് ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമ്മുടെ അടുത്ത ചോദ്യം, കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളിൽ കൂടിയാണ് 3773 പേര് മരണമുണ്ടായത്. എങ്കിൽ ആലപ്പുഴ ജില്ല, നമ്മുടെ സ്വന്തം ആലപ്പുഴ അല്ലേ? ആലപ്പുഴക്കാരല്ലേ? ആലപ്പുഴയിൽ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആലപ്പുഴയിൽ സ്വദേശമല്ലാത്ത ആരും തന്നെ ഇല്ല. അപ്പം ഈ ആലപ്പുഴ ജില്ലയിൽ 2025 എത്ര അപകടങ്ങൾ നടന്നു? അതാണ് ചോദ്യം. 2025 ആലപ്പുഴ ജില്ലയിൽ നടന്ന അപകടങ്ങളുടെ എണ്ണം ഗസ്. 350. സോറി, 350. ആൻസർ പറഞ്ഞു. ഓക്കെ, അത്രയും വരില്ല. ഇവർ പറയൂ. ലൈഫ് വാരിയേഴ്സ് ആണ്. ലൈഫ് വാരിയേഴ്സ് പറയൂ. ഒരു 170. 170 കുറഞ്ഞുപോയി. പറയാമോ? ആൻസർ പറയാമോ? എത്രയാ? സോറി, എത്രയാ? ഒരാൾ പറയൂ. 240 പറഞ്ഞത്. അവരാണ് ഒരു സ്മാർട്ട് ഗസ്സിലേക്ക് എത്തിയിരിക്കുന്നത്. 251 എണ്ണമാണ്. 251 പേരാണ് ഈ പറയുന്ന റോഡ് അപകടത്തിൽ നമ്മുടെ സ്വന്തം ജില്ലയായ ആലപ്പുഴ ജില്ലയിൽ ഇല്ലാതായത്. അപ്പൊ നമ്മൾ തിരിച്ചറിയുക. അപ്പൊ 2 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു. ഇതിൽ നിങ്ങൾ എല്ലാവരും ഗസ് ചെയ്യും. നമ്മുടെ അടുത്തൊരു ചോദ്യത്തോടു കൂടി നമ്മൾ സബ്ജക്റ്റിലേക്ക് വരികയാണ്. നമ്മുടെ ചോദ്യം ഇതാണ്: ആലപ്പുഴ ജില്ലയിൽ അപകടങ്ങളുടെ കാര്യത്തിൽ എത്രാം സ്ഥാനമാണുള്ളത്? ആലപ്പുഴ ജില്ലയിൽ അപകടങ്ങൾക്ക് എത്രാം സ്ഥാനമാണുള്ളത്? പറയാമോ? 3. യെസ്, 3-ാം സ്ഥാനം എന്ന് പറഞ്ഞു. ലൈഫ് വാരിയേഴ്സ് 6. സോറി, 6. ടീം 3 പറയൂ. 7. അപ്പോൾ യഥാർത്ഥ സംഖ്യ എന്ന് പറയുന്നത് നിങ്ങൾ ഞെട്ടും. ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന അപകടങ്ങൾ എന്ന് പറയുന്നത് എത്രാം സ്ഥാനമെന്ന് ചോദിച്ചാൽ അത് ആരും ശരിയായിട്ട് പറഞ്ഞിട്ടില്ല. ഇവരതിനോട് കുറച്ച് അടുത്തിട്ടുണ്ട്. 2-ാം സ്ഥാനമാണ്. 2-ാം സ്ഥാനമാണ് ആലപ്പുഴ ജില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ആലപ്പുഴ ജില്ലയ്ക്ക് 2-ാം സ്ഥാനമാണ്. എങ്കിൽ അടുത്ത ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ പറയും. ഏറ്റവും കുറവ് അപകടം നടക്കുന്ന ജില്ല ഏതെന്ന് പറയാമോ? യെസ്, പറയൂ. ഒറ്റ ആൻസർ. ഇടുക്കി. വയനാട് പറഞ്ഞു, ഇടുക്കി പറഞ്ഞു, കോഴിക്കോട് പറഞ്ഞു. ആൻസർ ഉണ്ടോ? ഓക്കെ, വയനാട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു സംഖ്യ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ഡേറ്റയാണ്. ആ ഡേറ്റ വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ ഈ 251 എന്ന് പറയുന്ന സംഖ്യ, ആലപ്പുഴ ജില്ലയിൽ 2025 മരണപ്പെട്ട 251 പറയുന്ന സംഖ്യ, അത് നമുക്ക് കുറയ്ക്കണോ വേണ്ടയോ? പോരാ, കുറയ്ക്കണോ വേണ്ടയോ? കുറയ്ക്കണമെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ 251 എന്ന് പറയുന്ന സംഖ്യ കുറയ്ക്കണം. അതിനുള്ള വലിയൊരു ലക്ഷ്യമാണ് ഞങ്ങൾ ഈ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പല പദ്ധതികളും. അപ്പം നമ്മൾ ചിന്തിച്ചോളുക, ഈ 251 പേര് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അവരേതെങ്കിലും തരത്തിലുള്ള മദ്യലഹരിയിലൂടെയോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിങ്ങിലൂടെയോ തെറ്റായ രീതിയിൽ റോഡ് ഉപയോഗത്തിലൂടെയാണ് അവരില്ലാതായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും തെറ്റായ ഈ ഒരു ശീലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഏതാനും ചില നല്ല ശീലങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അങ്ങനെ പേരൻസിലൂടെ വലിയൊരു മാറ്റം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കണം. അതിന് ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾക്കെല്ലാം ഒരു ഫാമിലിയുണ്ട്. അപ്പം ഞങ്ങൾ റോഡ് സേഫ്റ്റി ക്ലാസ് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ എടുക്കാറുണ്ട്. പുതിയതായിട്ട് ലൈസൻസിങ്ങിലേക്ക് വരുന്ന വ്യക്തികൾക്കാണ് ആ ഒരു ക്ലാസ് കിട്ടുന്നത്. എന്നാൽ നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവരെന്ന് പറയും. ആ ഒരു ലേണിങ്ങിൻ്റെ തുടക്കമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള തെറ്റായ പല പ്രാക്ടീസുകളിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന 251 പറയുന്ന സംഖ്യയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ ഈ സ്കൂളിന് മുൻവശമുണ്ടായ ഒരു അപകടവും കൂടി അതിൽ ഉൾപ്പെടും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഈ റോഡ് നമുക്ക് വളരെ തിരക്കുള്ള റോഡാണ്. നിങ്ങൾ ഇത്തരത്തിൽ വളരെ ശ്രദ്ധിച്ചു വേണം ഈ റോഡിലൂടെ റോഡിൻ്റെ ഉപയോഗം വളരെ വളരെ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമതായിട്ട് പറയാം, റോഡിൻ്റെ ഏത് വശം ചേർന്നാണ് നമ്മൾ നടക്കേണ്ടത്? വളരെ സിമ്പിളായിട്ടുള്ളതാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഏതാണ്? റോഡിൻ്റെ വലതുവശം ചേർന്നാണ് നമ്മൾ നടക്കേണ്ടത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അത് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യണം. രണ്ടാമത്, നിങ്ങളെല്ലാവരും സൈക്കിൾ ഉപയോഗിക്കുന്നവരാണ്. സൈക്കിൾ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? സൈക്കിൾ ഉപയോഗിച്ച് സ്കൂളിൽ വരുന്നവർ ഇത്രയും പേരുണ്ട് അല്ലേ? ഓക്കെ, സൈക്കിൾ ഉപയോഗിക്കുന്നത് റോഡിൻ്റെ ഇടതുവശത്താണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ഒരു ടെക്നോളജിയുടെ വികാസം വെച്ചിട്ട് സൈക്കിളിനേക്കാൾ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് പോകാൻ പറ്റുന്ന ലോ സ്പീഡ് വാഹനമുണ്ട്. ആ വാഹനം ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആ വാഹനം ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രോസസ്സാണ്. ആ ഒരു വാഹനം ഇന്ന് ഉപയോഗിക്കേണ്ടത്, നമുക്ക് ലൈസൻസ് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാം, ഹെൽമെറ്റ് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതൊരു മോട്ടോർ വാഹനം തന്നെയാണ്. ആ ഒരു വാഹനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത്തരത്തിലുള്ളൊരു ഡ്രൈവിങ്ങിലേക്ക് നമ്മൾ എത്താൻ. അങ്ങനെ എത്താതെ നമ്മൾ ഈ പറയുന്ന ഒരു പ്രായത്തിൽ ആ വാഹനം ഉപയോഗിച്ചാൽ തെറ്റായ പല കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ, ഇവിടെ നമ്മുടെ വിപിൻ സാറൊക്കെ ബ്രെയിനിനെ പറ്റിയാണ് പഠിപ്പിച്ചത്. ഈ ലഹരി എന്ന് പറയുന്നതും ബ്രെയിനുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആണ്. ഡ്രൈവിംഗ് എന്ന് പറയുന്നതും ബ്രെയിനുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ പൂർണ്ണമായ ഒരു ഏകോപനമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിച്ചിരിക്കൂ. ഇവിടെ ഫുൾ അറ്റൻഷൻ, നിങ്ങളുടെ ഈ ഫുൾ അറ്റൻഷനാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ആശയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. പഞ്ചേന്ദ്രിയങ്ങളുടെ വലിയൊരു കോർഡിനേഷനാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബ്രെയിന് വലിയ വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാറുണ്ട്, ഹെൽമെറ്റ് ഉപയോഗിക്കാത്തവരെ കാണാറുണ്ട്, സീറ്റ് ബെൽറ്റ് ഇടാത്തവരെ കാണാറുണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരെ കാണാറുണ്ട്, അതുപോലെ മദ്യപിച്ച് വാഹനം ഉപയോഗിക്കുന്നവർ, ഇവരെയൊക്കെ നമുക്ക് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റോഡ് സേഫ്റ്റിയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയും, 2, 3 നിങ്ങൾ പറയണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റോഡാണ്. റോഡ് സേഫ്റ്റിയിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പുതിയ തലമുറക്കാരാണ്. നിങ്ങൾ റോഡ് സേഫ്റ്റിയെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ റോഡിനെ കുറിച്ച് ആദ്യം പഠിക്കണം. രണ്ടാമത് എന്താണെന്ന് നിങ്ങൾ പറയണം. റോഡ് സേഫ്റ്റിയിൽ 3 കാര്യങ്ങൾ. 1 റോഡ്, 2 പറയാമോ? റോഡ് സേഫ്റ്റിയിൽ തിങ്ക് ആൻഡ് സ്പീക്ക്. റോഡ് സേഫ്റ്റിയിൽ 3 കാര്യങ്ങൾ. 1 റോഡ്, രണ്ടാമത്തത് നിങ്ങൾ ആലോചിക്കൂ, ബി ഹിയർ. രണ്ടാമത്തത് പറയാമോ? റോഡ് സേഫ്റ്റിയിൽ 3 കാര്യങ്ങൾ. ഒന്നാമത്തത് റോഡ്, രണ്ടാമത്തത് വാഹനത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. മൂന്നാമത്തെ കാര്യമെങ്കിലും നിങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ കാര്യം പറയാമോ? ഉറക്കെ പറയാമോ? മൂന്നാമത്തെ കാര്യം പറയാമോ? മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ആരാണ്? മനുഷ്യനെ കുറിച്ച് പഠിക്കണം. റോഡ് സേഫ്റ്റിയിൽ ഈ 3 കാര്യങ്ങളാണ്. റോഡ് സേഫ്റ്റിയിൽ ഈ 3 കാര്യങ്ങളെ കുറിച്ച് പഠിച്ചാൽ ഈ ഒരു സേഫ്റ്റി നമുക്ക് 100% നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ അനുഗ്രഹിക്കും റോഡിൽ അപകടം ഇല്ലാതാകാൻ. അപ്പോൾ അതിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമത്തത് റോഡ് എന്ന് പറയുന്നത് 2 വെള്ള വരകൾക്കിടയിലുള്ള പ്രതലത്തെയാണ്. 2 വെള്ള വരകൾക്കിടയിലുള്ള പ്രതലത്തെയാണ് നമ്മൾ റോഡെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ റോഡിൻ്റെ നടുവിലൂടെ 2 തരത്തിലുള്ള ലൈൻസ്. ഒന്ന് പറയാമോ? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇന്ന് മുതൽ ഇത് ഒബ്സർവ് ചെയ്യണം. അവിടെ ഇരിക്കുന്ന എല്ലാവരും പ്ലീസ് ലിസൺ. ഇന്ന് മുതൽ റോഡിലെ കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഇത് നിങ്ങളുടെ ഒരു മഹത്തായ തുടക്കമായിരിക്കണം. റോഡിനെ സംബന്ധിച്ചിടത്തോളം അനവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. റോഡിൽ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ളത് മാർക്കിങ്സ് എന്നാണ് പറയുന്നത്. റോഡിലുള്ളതിനെ നമ്മൾ വരകളെ മാർക്കിങ്സ് എന്നാണ് പറയുന്നത്. റോഡിൽ
നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കിംഗ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ സർക്കാരും ഒക്കെ ഏറ്റവും അധികം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലൈനുണ്ട്. പറയാമോ? റോഡ് മുറിച്ച് കിടക്കേണ്ടത് എവിടെയാണ്? പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്നാണ് പറയുന്നത്. പെഡസ്ട്രിയൻ ക്രോസിങ്ങിലൂടെ മാത്രമേ റോഡ് മുറിച്ച് കിടക്കാൻ പാടുള്ളൂ. അവിടെ മാത്രമാണ് കാൽനട യാത്രക്കാരന് റൈറ്റ് ഉള്ളൂ. നമുക്ക് ആ ഭാഗത്തുകൂടി നിങ്ങൾ റോഡ് മുറിച്ച് കടന്ന് നിങ്ങൾക്കൊരു റിസ്ക് ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് വാഹനം ഓടിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങളും ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ ഒരാൾ റോഡ് മുറിച്ച് കിടക്കാൻ നിന്നാൽ നിങ്ങൾ വാഹനം സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കണം. അവിടെ സ്റ്റോപ്പ് ലൈൻ ഉണ്ടാകും. റോഡിൽ ശ്രദ്ധിച്ചോളൂ. റോഡിൽ ഇന്ന് മുതൽ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. റോഡിൽ പലതരത്തിലുള്ള വരകൾ കാണാം. അതിൽ ഈ പറയുന്ന പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് മുമ്പ് സ്റ്റോപ്പ് ലൈനുകളുണ്ട്. ആ സ്റ്റോപ്പ് ലൈനുകളിൽ വാഹനം നിർത്തിക്കൊടുക്കണം. എന്നിട്ട് വേണം കാൽനട യാത്രക്കാർ കടന്നു പോകുവാൻ. അപ്പം നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ്. നിങ്ങൾ ഇന്ന് മുതൽ ഈ ഒരു പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ പ്രയോജനമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ സംഖ്യ എത്രയാണ്? ആലപ്പുഴ ജില്ലയിലെ സംഖ്യ എത്രയാണ്? അപ്പം ഈ സംഖ്യ കുറയ്ക്കണം. ഈ വരുന്ന 2027 ജനുവരിയിലും ഈ കണക്ക് പുറത്തു വരും. അങ്ങനെ പുറത്തു വരുമ്പോൾ 251 എന്ന് പറയുന്ന സംഖ്യ കുറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അഭിമാനിക്കാം. കാരണം നിങ്ങൾ ഏകദേശം ഒരു 308 കുട്ടികളുടെ അടുത്തുണ്ട് ഇവിടെ. നിങ്ങളുടെയും കൂടെ ഇൻവോൾവ്മെൻ്റ് കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ഒരു സംഖ്യയിൽ റിഡക്ഷൻ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അഭിമാനിക്കാം. അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാൽനടയാത്രക്കാർ റോഡ് മുറിച്ച് കടക്കാൻ അവകാശപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ്. ഇന്ന് മുതൽ അത് പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്താലുള്ള ഗുണത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ സാറ് സൂചിപ്പിച്ചു ബ്രെയിനെ പറ്റി ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ബ്രെയിനെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂസർ മാനുവലാണ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ് കേട്ടു. ഇന്ന് ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം റോഡിലൂടെ നടക്കുമ്പോൾ ഒരു പെഡസ്ട്രിയൻ ക്രോസിങ്ങിലൂടെയാണ് നിങ്ങൾ മറിച്ച് കടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ പുതിയൊരു ലേണിംഗ് സിസ്റ്റം അഡാപ്റ്റ് ചെയ്യും. അങ്ങനെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ കാൽനട യാത്രക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വളർന്നു വരുന്ന പ്രായമാണ്. നിങ്ങളുടെ ബ്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ട്യൂൺ ചെയ്യും. ആ ഒരു ബ്രെയിൻ അങ്ങനെ ഫോർമാറ്റ് ചെയ്യപ്പെടും. അപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി റോഡ് സേഫ്റ്റിയിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ തിരിച്ചറിയും. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ വളരെ കൃത്യമായിട്ടും അറ്റൻറ്റീവായിട്ടും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷന് ഒരു ഗെയിം തന്നെ നമ്മൾ ഉൾപ്പെടുത്തും. വേണോ? ഗെയിം വേണോ? ഗെയിം എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ഗെയിം ഇഷ്ടമാണ്. അപ്പോൾ ഈ ഗെയിം ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇവിടെ ഇരിക്കുക. കൃത്യമായിട്ടും അറ്റൻറ്റീവായിട്ടും ഇരുന്നാൽ ആ ഒരു രൂപത്തിൽ നിങ്ങളെ ഇതിലേക്ക് എത്താൻ പറ്റും. അപ്പം നമ്മുടെ ഉദ്ദേശം റോഡ് നിങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. റോഡിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഇന്നുണ്ടാകുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. റോഡ് മുറിച്ച് കടക്കുന്നവർ. ശ്രദ്ധിക്കുന്നുണ്ടോ? റോഡ് മുറിച്ച് കടക്കുമ്പോൾ നമ്മൾ പെഡസ്ട്രിയൻ ക്രോസിങ്ങിലൂടെ മാത്രം ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഒരു ദിവസം ചെയ്യുക, 2 ദിവസം ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ചെയ്താൽ റോഡ് സേഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു പാറ്റേൺ നിങ്ങളുടെ ബ്രെയിനിൽ ഫോം ചെയ്യും. അങ്ങനെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ റോഡ് സേഫ്റ്റി ഫോളോ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് നിങ്ങളൊരു വാഹനം എടുക്കുമ്പോൾ ആ വാഹനത്തിലെ യൂസേജിലും നിങ്ങൾ ഈ പറയുന്ന റോഡ് സേഫ്റ്റി ഫോളോ ചെയ്യുന്ന ഒരു റോഡ് യൂസറായിട്ട് മാറും. അങ്ങനെ മാത്രമേ നിങ്ങളെ ഈ പറയുന്ന റോഡ് സുരക്ഷിതമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് പുതിയൊരു റോഡ് സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പുതിയ ഒരു റോഡ് യൂസ് ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന സംഖ്യയിൽ ഗണ്യമായ കുറവ് വരികയുള്ളൂ. നിങ്ങൾക്കറിയാമോ, പല രാജ്യങ്ങളിലും ഇന്ന് റോഡ് അപകടങ്ങൾ ഉണ്ടാകാത്ത രാജ്യങ്ങളുണ്ട്. റോഡ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങളുണ്ട്. നമ്മുടെ അയൽ രാജ്യമായ ചൈന പോലും ഈ പറയുന്ന റോഡ് അപകടങ്ങളിൽ വലിയ റിഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭാരതം അതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒത്തിരി സവിശേഷതകൾ, പ്രൊട്ടക്ഷനുകൾ, പരിരക്ഷകൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും.
അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ച് നമ്മളെ ഇത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭരണ സംവിധാനം, ആ ഒരു സംവിധാനത്തിന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു സംവിധാനമാണ് റോഡ് നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഈ റോഡ് അപകടങ്ങളിലൂടെ മരണപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ഭരണകൂടം ചെലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെലവ് നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നമ്മളെപ്പോലെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പുരോഗമനപരമായ പ്രവർത്തനത്തിന് ആ വലിയ കോടിക്കണക്കിന് രൂപ, വലിയ തുക നമ്മുടെ ജീവനുള്ളവരുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രാധാന്യം ഈ ഒരു സബ്ജക്റ്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു റോഡ് സേഫ്റ്റിയിൽ 3 കാര്യങ്ങൾ, റോഡിനെ കുറിച്ച് പറഞ്ഞു. വാഹനത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മൾ ഉപയോഗിക്കുന്ന ലോ സ്പീഡ് വാഹനം അത് കുട്ടികൾക്ക് പറ്റിയതല്ല, അത് തീർച്ചയായിട്ടും മുതിർന്നവർക്ക് ഉള്ളതാണ് ആ വാഹനം. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ വാഹനം ഉപയോഗിക്കുന്നവർ ആ ഒരു ശീലത്തിൽ നിന്നും പിന്തിരിയുക. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെറ്റായ റോഡ് ശീലങ്ങൾ നമ്മൾ പഠിക്കും. ഒരിക്കലും നമുക്ക് ഈ പുതിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡ്രൈവിംഗ്, എൻജോയ് ദ ആർട്ട് ഓഫ് സിസ്റ്റമാറ്റിക് ഡ്രൈവിംഗ്, അങ്ങനെ ഒരു തലമുണ്ട് ഡ്രൈവിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള മാറ്റം അത് തുടങ്ങേണ്ടത് നമ്മൾ ഈ പറയുന്ന പെഡസ്ട്രിയൻ ക്രോസിങ്ങിലൂടെ തന്നെയാണ്. അങ്ങനെ നിരന്തരമായി വർഷങ്ങളോളം നിങ്ങൾ ഓരോ പ്രാക്ടീസുകൾ ഇങ്ങനെ ചെയ്താണ് നിങ്ങളിലേക്ക് ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത്. ആയതിനാൽ നമ്മുടെ ഈ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുന്നേ 1-2 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. നമ്മുടെ വീട്ടിൽ വാഹനമുള്ള എത്ര പേരുണ്ട്? 4 വീലർ 4 ചക്ര വാഹനം വീട്ടിലുള്ള എത്ര പേരുണ്ട്? 4 ചക്ര വാഹനം, പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. 4 ചക്ര വാഹനം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഈ 4 ചക്ര വാഹനം നിങ്ങളുടെ വീട്ടിലെ കാർ പോർച്ചിലേക്ക് കയറ്റിയിടാറുണ്ട്. ഈ വാഹനം റിവേഴ്സിൽ കയറ്റിയിടുന്ന എത്ര പേരുണ്ട്? ഈ വാഹനം നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ വാഹനം റിവേഴ്സിൽ കയറ്റിയിടുന്ന എത്ര പേരുണ്ട്? കൈവക്കാമോ? അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, ശരിയായ പ്രാക്ടീസ് എന്ന് പറയുന്നത് വാഹനം റിവേഴ്സിൽ തന്നെ കയറ്റിയിടണം. അങ്ങനെ ചെയ്യാത്തവർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പേരൻസിനോട് പറയണം, ഈ പറയുന്ന വാഹനം വീട്ടിലോട്ട് കയറ്റേണ്ടത് റിവേഴ്സിലാണ്. നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്, ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരു റോഡിലേക്ക് വാഹനം റിവേഴ്സിൽ ഇറങ്ങാൻ പാടില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ ഈ പോയിന്റ്? നിങ്ങൾ തീർച്ചയായിട്ടും ഈ പോയിന്റ് വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. റിവേഴ്സിൽ ഒരു വാഹനം ഒരു പൊതുനിരത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല, അത് നിയമപരമായി തെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വാഹനം റിവേഴ്സിൽ കയറ്റണം. ഇത് നിങ്ങളോട് പറയാൻ ഒരു കാരണമുണ്ട്. 2024 മലപ്പുറം ജില്ലയിൽ ഒരു അപകടം നടന്നു. ആ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇങ്ങനെ റിവേഴ്സിൽ കയറ്റിയ വാഹനം, കൊച്ചുകുട്ടിയായ മകൻ പുറകിൽ നിന്നത് അച്ഛൻ അറിഞ്ഞില്ല. അച്ഛൻ്റെ ആ കൈകൊണ്ട് തന്നെ പിഞ്ചു ബാല്യം അസ്തമിച്ചു. അങ്ങനെ ഒരു ദുരന്തം കേരളത്തിലുണ്ടായി. ഇനി അങ്ങനെയുള്ള ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം റിവേഴ്സിൽ, നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ വാഹനം റിവേഴ്സിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ ഒരുപക്ഷെ ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് നിങ്ങളായിരിക്കും. ഇങ്ങനെ ഗേറ്റ് തുറന്നു കൊടുത്ത് നിങ്ങൾ അവിടെ നിന്ന് പൂർണ്ണമായും മാറി എന്നുറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വാഹനം റിവേഴ്സിൽ കയറ്റാൻ പാടുള്ളൂ. റിവേഴ്സിൽ കയറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസ്ക്കാണ്. ഈ ഒരു അപകടം നമ്മുടെ സ്കൂളുകളിലും ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 2025 2 അപകടങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. സ്കൂൾ ബസ് റിവേഴ്സ് എടുത്തപ്പോൾ തന്നെ അപകടമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ ലൈഫിലുടനീളം വേണ്ടുന്ന വലിയ ഒരറിവാണ് റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതിലേതാനും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനത്തെ ഒരു ഫോളോവർ ആകുക. നല്ലൊരു റോഡ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച ഈ ഒരു പ്രോഗ്രാം ഇത് എല്ലാ തരത്തിലും വളരെയധികം ഗംഭീരമാണെന്ന് തന്നെ പറയാം. കാരണം ഇത് കേൾക്കുന്ന കുറച്ച് പേരിലെങ്കിലും ഈ പറയുന്ന പുതിയ ഒരു മാറ്റം ലഹരിയുടെ ഉപയോഗത്തിലാണേലും അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന റോഡും വാഹനവും ഒക്കെ ആണെങ്കിലും അതിലൊക്കെ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് കഴിയും. അങ്ങനെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ജനൻ TV യുടെ നല്ല ടീം, നല്ല പ്രവർത്തകർക്കും
അതുപോലെ ഈ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കും ഞങ്ങളുടെ ആലപ്പുഴ RTO ഓഫീസ് ആരാധ്യനായ ശ്രീമാൻ ജേഴ്സൺ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ആലപ്പുഴയിൽ ഒത്തിരി തരത്തിലുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാമിന് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അല്ലേ? വിശക്കുന്നുണ്ടോ? ദേഷ്യമില്ല, വിശപ്പില്ല. യെസ്, ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട MLA AD തോമസ് സാറ് ഉടൻ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അതിനു മുമ്പ് അത് പറഞ്ഞു പെട്ടെന്നൊരു ബഹളം എന്ത് പറ്റി? ഇപ്പം എത്തും. അപ്പം അതിനു മുമ്പ് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടോ? ഇല്ലേ? അപ്പൊ ദേഷ്യമില്ല, വിശപ്പില്ല, സംശയവും. എന്നാലും ആരെങ്കിലും ഉണ്ടാവില്ലേ? ഒരാൾക്കെങ്കിലും ഒന്ന് നോക്കട്ടെ. ആർക്കെങ്കിലും വാരിയസ് എന്ന പേരായിരുന്നു കേട്ടോ ഇവർ ഉദ്ദേശിച്ചത് അല്ലേ? നല്ല പേരായിരുന്നു. യെസ്, ഒരു കൈയോടെ കൊടുത്തേക്കാം. അവിടെ ഒരാൾ സംശയമുണ്ട്. ദൈവമേ, ഇതേ 2 കൈ പൊക്കി കാണിക്കുന്നു. ഒന്ന് ആൾക്ക് മൈക്ക് കൊടുക്കോ? ദേ വിഷ്ണു ഇങ്ങോട്ട് വിളിക്കണോ? മോനെ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വാ. വേണ്ട, ഓക്കെ ഫൈൻ. പേര് പറയണേ, ഒച്ചത്തില് പേര് പറയണേ. മൈക്ക് കൊടുത്തോ? എൻ്റെ പേര് ഇഷാൻ, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ ഡൗട്ട്, ഈ ഡോപ്പമിൻ ദേഹത്ത് കൂടുമ്പോഴാണ് ഈ ക്യാൻസർ വരുന്നത്. ഡോപ്പമിൻ അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടാണ് ഡോപ്പമിൻ മെയിനായിട്ട്